ഓ ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലോ ഉപ്പേരി എന്ന് പറഞ്ഞത്. അതാണ്, ഒരു നാൾ കിട്ടും. എല്ലാവർക്കും എപ്പോഴും ദൈവം കഷ്ടകാലം മാത്രം കൊടുക്കത്തില്ല, എല്ലാവർക്കും നല്ല കാലവും കിട്ടും ഗൈസ്. എന്താ സന്തൻസെന്നോ ശാന്തൻസെന്നോ എന്താ എന്താ കറക്റ്റ് വിളിക്കുക? ഹായ് എന്തായാലും ഇന്റൻ ഹായ്. നമ്മുടെ ലൈവിൽ ഇപ്പൊ വന്നിട്ടുള്ളതെല്ലാം ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. ഏത് കോഴ്സാണ് എടുത്തത്? ഞാൻ BA എക്കണോമിക്സ് പഠിച്ചു, അതിനുശേഷം ഡിപ്ലോമ ഇൻ ഫോറിൻ അക്കൗണ്ടിംഗ് പോയി ചെയ്തു. അത് കഴിഞ്ഞ് HDC ഹയർ ഡിപ്ലോമ ഇൻ കോർപ്പറേഷൻ ഇതും പോയി ചെയ്തു. അതിനുശേഷം CSEBയുടെ കോർപ്പറേറ്റ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നത് കാരണം ഞാൻ നിർത്തി. ഇതിന്റെ ഇടയിൽ തന്നെ ഞാൻ പല കാര്യങ്ങൾക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഡിഗ്രി പാസ്സാണ് ബ്രോ. LLB എടുക്കാൻ ഈസി ആണ് പാസ്സാവാൻ എന്നൊക്കെ. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൾക്ക് PGക്ക് അഡ്മിഷൻ കിട്ടി. ആ സമയത്ത് തന്നെ LLBയുടെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് LLB കിട്ടി, അവൾ LLBക്ക് പോയിട്ടുണ്ട്. നോക്കട്ടെ അവള് എങ്ങനെ. ഞാൻ അവളുടെ അടുത്ത് ഒരു ദിവസം ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞത്. അനാമി ഹായ് ഡൺ ലൈക്ക് ഡൺ. എന്ത് പറ്റി, എല്ലാ ദിവസവും താമസിച്ചാണല്ലോ? ഇന്നലെ ലേറ്റ് ആയിട്ടാ നീ കയറിയത്. നീ ഫുഡൊക്കെ കഴിച്ചോ? എനിക്ക് എന്നാ ജീവനുള്ള ശവം എന്ത് ചെയ്യാണ്? മായാവി ഹായ് മായാവി. ലൈവ് കാണിച്ചു കൊടുക്കണം എക്സ്പീരിയൻസ് ചോദിക്കുമ്പോൾ. എടാ, ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു എന്താ ചെറിയൊരു സ്ക്രീനിൽ കാണുന്നതല്ല ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത്. ഇവിടെ മുന്നിൽ നിങ്ങളുടെ മുന്നിൽ എത്തുന്ന ഞങ്ങളകത്ത് ഞങ്ങളല്ല. നിങ്ങൾ മനസ്സിലാക്കുക ഗൈസ്. പിന്നെ വരാൻ ചേച്ചി, അതെന്താണ് നിനക്ക് ഇത്ര തിരക്കുന്നത്? ബ്രേക്കപ്പ് കൊച്ചു ഹായ്. ലൈവിൽ ഇപ്പൊ വന്നിട്ടുള്ളതെല്ലാം ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ പാസ്സാവാം. ഞങ്ങള് എന്താണ് LLBയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് +2 കഴിഞ്ഞിട്ട് നേരെ LLBക്ക് പോയിട്ടുണ്ട്. ഒന്നല്ല 2-3 ഫ്രണ്ട്സ് പോയിട്ടുണ്ട്. അവരും പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പാടാണ്, പഠിക്കാൻ ഒത്തിരി ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവള്, അതായത് എൻ്റെ മറ്റൊരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ഒരു ഫ്രണ്ടും അവളും പോയതും പറഞ്ഞത് പാടാണെന്നാണ്. പിന്നെ എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു എന്താണ് മുന്നോട്ട് പോണ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് എനിക്ക് ഇനി ഒരു സ്റ്റഡീസ്, അതായത് ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ പാസ്സാവും. അതിനുള്ള മറുപടിയാണ് ബ്രോ ഞാൻ പറഞ്ഞത്. ഞാൻ ഫുഡ് കഴിച്ചു. അനാമി ഫുഡ് കഴിച്ചു. ഇന്ന് പരീക്ഷണമൊന്നും ഇല്ലായിരുന്നാടാ? അവൾ എന്നും നൂഡിൽസ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തായാലും ഈ ലൈവ് എന്തായാലും നിങ്ങൾക്ക് ഒരു 5-5:30 മണി വരെ എന്തെങ്കിലും കാണാൻ കഴിച്ചു. ഞാൻ ട്യൂഷൻ വെച്ചില്ല പിള്ളേർക്ക്. ഇന്ന് എല്ലാവർക്കും ലീവ് കൊടുത്തു. ഇന്ന് അവരുടെ എക്സാം തീരുകയാണ്. നേരത്തെ ആരാ വന്നിട്ട് മറ്റേ ചേട്ടന്മാരെ തിരക്കാൻ? ദേവു ഇവിടെ ഉണ്ടായിരുന്നോ? ദേവു തിരക്കിയ ആള് ജോയിൻ ആയിട്ടുണ്ട്. നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ്. ഹരിയായിട്ടോയി. +2 കഴിഞ്ഞ് ഡിഗ്രി കുറച്ച് പാടാണ്. ആഫ്റ്റർ ഡിഗ്രി ഈസിയാണ്. സമയം നമ്മളെ കാത്തു നിൽക്കില്ല. ബ്രോ ഞാൻ പറഞ്ഞില്ലയോ, എനിക്ക് 2 എക്സാമ്പിൾസ് ഉണ്ട്. എനിക്ക് +2 കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു കുട്ടിയും ഉണ്ട്, ഡിഗ്രി കഴിഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു കുട്ടിയുടെയും കാര്യം എനിക്കറിയാം. 2 പേരുടെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടപ്പോൾ പാടാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്റ്റിൽ എനിക്ക് ഇനി മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്തായാലും ഇനി പോയി എന്ത് പഠിക്കാനും എന്നെ കൊണ്ട് പറ്റത്തില്ല. പോയി പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് എനിക്ക് എന്തായാലും അതിലോട്ട് ഇനിയിപ്പം ആഗ്രഹമുണ്ട് എന്ന് പറയാനേ പറ്റത്തുള്ളൂ, അല്ലാതെ പോവാൻ കഴിയില്ല. ഞാൻ ഉണ്ടാക്കിയത് ഭാഗ്യത്തിന് നന്നായി. അപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അനാമി. കഴിച്ചിട്ട് ആർക്കും കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും ബൈ. എന്താടി നിനക്ക് ഫിഷ് ഫ്രൈ നിനക്ക് എന്തെങ്കിലും പ്രശ്നം തന്നോ? ലൈവ് കാണുന്ന എല്ലാവരും തന്നെ ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ. ഇന്ന് വർക്കില്ലേ കേട്ടാ? ഓൺ ഡ്യൂട്ടിയിലാണ്. കൺസോൾ നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? ശാന്തനു ഹായ്. ശാന്തനു എന്തിന് ജോബിന് പോയില്ലേ? ലൈവിൽ ഇപ്പൊ വന്നിട്ടുള്ളവരെല്ലാം ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. എവിടെ ജീവനുള്ള ശവം? എന്ത് ശവം എവിടെ പോയി? കൺസോൾ
എന്താണ് ഇനി പരിപാടി? നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ അടയ്ക്കയില്ലേ?